എഴുത്തുകാരനായ വി.എസ്. അനിൽകുമാറിന്റെ കണ്ണൂർ കണ്ണപുരത്തെ വീടിന് മുന്നിൽ റീത്ത് വെച്ചിരിക്കുന്നു ഇന്നലെ രാത്രി. അതായത് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ പുസ്തകം ഏറ്റുവാങ്ങിയ ആളാണ് ഈ അനിൽകുമാർ. പുസ്തകം ഏറ്റുവാങ്ങിയ ആൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ CPM-നെ ഭയപ്പെട്ട് അവിടെ ആർക്കും കഴിയാൻ പറ്റില്ലാത്തൊരു സ്ഥിതി വരും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അവരോട് പോരാടാൻ വേണ്ടി ഒരുപക്ഷെ ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കടഞ്ഞുകൂടാ എന്നും പറയപ്പെടുന്നു. എന്തായാലും രാമേന്ദ്ര സാറുണ്ട്, CR നീലകണ്ഠൻ സാറുണ്ട്. എങ്ങനെ കാണാം ഇതിനെ? കാണാന്ന് വെച്ചാലേ, എനിക്ക് വാസ്തവത്തിൽ അനിൽകുമാർ പറഞ്ഞ കമന്റ് ഞാൻ കേട്ടു. പുരോഗമനം തീരെ മുമ്പോട്ട് പോയില്ല എന്ന്. പഴയ കേൾക്കണമെന്നാ. അത് വിജയമാഷ്ട മകനെ അങ്ങനെ പറയാൻ പറ്റൂ. വിജയമാഷ്ട മകന് അത് പറയാം. പുരോഗമനം തീരെ മുമ്പോട്ട് പോയില്ല. പഴയ സംഗതിയാണല്ലോ എപ്പോഴും ചെയ്യണം. കണ്ണപുരം എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമമാണ്, പാർട്ടി പ്രദേശമാണ്. ആ പ്രദേശത്തെ പാർട്ടിക്കാരേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ പ്രദേശം എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണപുരത്ത് ഞാൻ പോയിട്ടുണ്ട്, വിജയമാഷ വീട്ടിൽ പോയിട്ടുണ്ട്, അനിൽകുമാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ പണ്ട് വേറെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവിടെയുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ഇത് കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ അനിൽകുമാറിനോട് ചോദിച്ചു, ഇത് ആരാ വെച്ചതെന്ന്. പറഞ്ഞു, എനിക്കറിയില്ല. ഇത് വെച്ച ആളാരാന്ന് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. ഞാനിത് കണ്ടെത്താൻ പോകുന്നില്ല. ഇനി ഞാൻ അങ്ങനെ ഊഹം വെച്ച് പറയണത് ശരിയല്ല. അത് ശരിയാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം. അത് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഈ അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പ് കഴിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കണ്ണപുരം പോലൊരു സ്ഥലത്ത് ഒരാളുടെ വീടിന് മുമ്പിൽ റീത്ത് വയ്ക്കാൻ ധൈര്യമുള്ളത് ആരാന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, അത് പറയേണ്ട കാര്യമില്ല. വേറെ ആർക്കും അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ പുസ്തകം റിലീസ് ചെയ്തത് ജോസഫ് സി മാത്യു. അദ്ദേഹം തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? അത് കണ്ണപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വേറെ പാർട്ടിക്കാർ വേണ്ടി വരും. ഇപ്പം ഈ വെച്ച പാർട്ടിക്കാർക്ക് മതിയാവില്ല. റീത്ത് വയ്ക്കുന്നത് ഒരു സൂചനയാണ്. ഇനി ആ റീത്തിൻ്റെ അടിയിൽ മാഷാ അള്ളാന്നും കൂടി ഉണ്ടോ എന്നും കൂടി നോക്കിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതാണ്ട് സംഗതികൾ നമുക്ക് പൂർത്തിയാവും. പ്രശ്നം അതല്ല. പ്രശ്നം ഇപ്പോഴും ഈ അസഹിഷ്ണുത ഇവർക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്ത എതിര് വർത്തമാനം സഹിക്കാൻ പറ്റില്ല. എതിര് വർത്തമാനം പറയുന്നവൻ്റെ മരണം, കൊല, ആക്രമണം, ഇത് തന്നെയാണ് ആ ശൈലി. അതാണ് അനിൽകുമാർ പറഞ്ഞ വളരെ ഒട്ടും പുരോഗമിച്ചിട്ടില്ലല്ലോ എന്ന്. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതാണ് അനിൽകുമാറിൻ്റെ സ്ഥിതിയെങ്കിൽ പുസ്തകം എഴുതിയ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് വളരെ ക്ലിയറാണ്. പയ്യന്നൂർ പോലെ സ്ഥലത്ത്. പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴും പാർട്ടിക്കകത്ത് സാധാരണ പ്രവർത്തകരിൽ നല്ലൊരു പങ്ക് കുഞ്ഞികൃഷ്ണനോട് മാനസികമായി ശരിയാന്ന് പറയുന്നവരുണ്ട്. കാരണം ഇതിൽ ചതി നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട്, രക്തസാക്ഷി ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് സാധാരണ മനുഷ്യർക്ക് പോലും അറിയാം. അവിടുത്തെ എല്ലാവർക്കും അറിയാം. പിന്നെ പാർട്ടി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗർഭമുള്ളവരും ഗർഭമില്ല എന്ന് പറയും, രാത്രി പകലാന്ന് പറയും, പകൽ രാത്രിയാന്ന് പറയും, ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഭയപ്പെടണം. ഒരർത്ഥത്തിൽ ഭയപ്പെടണം, ഒരർത്ഥത്തിൽ ധൈര്യമുണ്ട്. കാരണം പാർട്ടി സാധാരണ സഖാക്കൾ. പക്ഷെ ഇവരുടെ ഒരു രീതി എന്താ വെച്ചാൽ, നാട്ടിലുള്ള സഖാക്കളല്ല ആക്രമണത്തിന് വരിക. നാട്ടിലൊരു സഖാവ് കാണിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ TP കൊന്ന ആളുകൾക്ക് ആർക്കും TP മുമ്പ് കണ്ട് പരിചയം തന്നെയില്ല. TP ആയിട്ട് ഒരു ബന്ധവും അവർക്കില്ല. വേറെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണ് ഇത്തരം ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അത് സംഭവിക്കാം, അങ്ങനെ ഒരു സംഭവം. പക്ഷേ കുഞ്ഞികൃഷ്ണൻ എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആയിക്കൂടായില്ല. അത് ജയിക്കാനോ തോൽക്കാനോ ഒന്നുമല്ല, ജീവരക്ഷയ്ക്കാണ്. ജീവരക്ഷയ്ക്ക് അങ്ങനെ ഒരു കളി ചെയ്യാറ്. ഇപ്പോൾ കണ്ണൂർ പണ്ട് കേട്ടിട്ടുണ്ട്, അടിയുണ്ടാകുമ്പോൾ CPM-കാർ കോൺഗ്രസ്സുകാർ തല്ലിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഉടനെ RSS ആവും. കാരണം അവർക്കൊരു പ്രൊട്ടക്ഷൻ, കോൺഗ്രസ്സുകാർക്ക് തല്ലും പിടിയൊന്നും ചെയ്യാൻ അത്രയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ RSS ആവും. അങ്ങനെ ഒരുപാട് RSS-കാരെ CPM കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പലരും ഇപ്പം രമേശനടക്കം നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ RSS ആവാൻ പറ്റില്ല. ഇയാൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ UDF സ്വതന്ത്രനായി അയാൾ മത്സരിക്കുക, UDF പിന്തുണയ്ക്കുക. ഇപ്പോൾ മലമ്പുഴയിൽ സുരേഷിന് കൊടുക്കുന്ന പിന്തുണ പോലെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നിന്നാലൊരു ഗുണം, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരായിട്ട് നേരെ ആരും വരില്ല. അക്കാര്യം ഉറപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് അപ്പം ആലോചിക്കാം. മാത്രമല്ല, സ്ഥാനാർത്ഥിയെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയിരുന്ന ആളെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട സംഗതിയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കുഞ്ഞികൃഷ്ണൻ്റെ അധികാരമോഹം കൊണ്ടല്ല, ജീവനുള്ള കൊതിയുണ്ടല്ലോ മനുഷ്യർക്ക്. അധികാരത്തിനോടൊന്നും അദ്ദേഹത്തിന് കൊതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യും. കാരണം ആ കാലത്ത് എന്തു നിങ്ങൾക്ക് പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താം അല്ലേ? സുരേഷ് തന്നെ പറഞ്ഞൊരു കാര്യം അത്, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറ്റുമല്ലോ. ജയിക്കലും തോൽക്കലൊക്കെ വോട്ടെണ്ണി കഴിയുമ്പോഴല്ലേ പറയാനുള്ളതൊക്കെ പറയാമല്ലോ ജനങ്ങളോട്.
അത്തരത്തിലുള്ള ഒരു സാധ്യത ഇപ്പോൾ പയ്യന്നൂരിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. രാമേന്ദ്രൻ തോന്നുന്നു. ഈ പ്രൊഫസർ എം.എൻ. വിജയൻ CPM-നോട് കലഹിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആ പക ഇപ്പോഴും തീർന്നില്ല എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണ്ടേ? അതാണ് ഈ എം.എൻ. വിജയൻ ഈ VS പക്ഷത്ത് നിന്ന് ഒരാളാണ്. പക്ഷേ VS-ഉം എം.എൻ. വിജയനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, അവർ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എം.എൻ. വിജയൻ ഇവരെ എതിർക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി പുറത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ ചോദിച്ച ചോദ്യം അവിടെ ഉണ്ടാവുന്ന, അവിടെ ചോദിച്ച ചോദ്യം കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ ചോദ്യം ഒരുപാട് നിൽക്കുകയാണ് പാർട്ടിക്കെതിരെ. കാരണം പാർട്ടി ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ് KK രാഗേഷ് എടുത്ത നിലപാട്. ഈ കണക്ക് പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് നിലപാടെടുത്തത്. പിന്നെ ഇത് പകയുടെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞ് വേറെ ശീർഷകം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു KK രാഗേഷ്. കാരണം അദ്ദേഹം സാഹിത്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. നേരത്തെ ഒരാൾ സാഹിത്യത്തിലേക്ക് ശുംഭൻ എന്ന് പറഞ്ഞ് കാലെടുത്ത് വെച്ചിരുന്നു അവിടെ, MP ജയരാജൻ. അപ്പോൾ ഈ എം.എൻ. വിജയനോടുള്ള പകയും ഒക്കെ തീർന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം എം.എൻ. വിജയൻ മരിച്ചപ്പോഴും നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല അധ്യാപകനായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. നല്ല അധ്യാപകനായിരുന്നു എന്ന്. എം.എൻ. വിജയനെ പറ്റി പ്രഭാവർമ്മ പുരയ്ക്കുമേൽ ചാഞ്ഞ മരം എന്ന് പറഞ്ഞൊരു പുസ്തകവും എഴുതി ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ കുടുംബത്തിനെ തന്നെ, പാർട്ടി കുടുംബം എന്ന് പറയുന്നത് പോലെ പാർട്ടി വിരുദ്ധ കുടുംബവും ഉണ്ടല്ലോ. അപ്പോൾ പാർട്ടി വിരുദ്ധ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അനിൽകുമാർ. അപ്പോൾ അനിൽകുമാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു റീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, റീത്ത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ അല്ലേ റീത്ത്, ഇങ്ങനെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പല് അല്ലേ, ഇങ്ങനെ റീത്തുകൾ ഇവർ കൊണ്ട് വെക്കുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീത്ത് സംസ്കാരം സാധാരണഗതിയിൽ ഇവർ ചില ആളുകളെ റീത്ത് വയ്ക്കേണ്ട വിധത്തിൽ തട്ടിക്കളയും, ചില ആളുകൾ അത്രക്കില്ല എന്ന് തോന്നുന്നവരുടെ നീ മരിച്ചതിന് തുല്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറയത്തക്ക വിധത്തിൽ റീത്ത് കൊണ്ടുപോയി വെക്കും. ഇനി ജോസഫ് മാത്യുവിൻ്റെ വീടിൻ്റെ അവിടെ എപ്പോഴാണ് റീത്ത് വരിക എന്നുള്ള അറിയില്ല. തിരുവനന്തപുരത്തായതുകൊണ്ട് ഈ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ ഉണ്ട്. കണ്ണൂരാകുമ്പോൾ ലോജിസ്റ്റിക് പ്രശ്നങ്ങളില്ല, കാരണം ചാവേറുകളുണ്ട് കണ്ണൂർ അവർക്ക്. അതുപോലെ തന്നെ ഈ കുഞ്ഞിക്കണ്ണൻ്റെ കാര്യം, കുഞ്ഞിക്കണ്ണൻ്റെ അത് കാരണം കുഞ്ഞിക്കണ്ണനെതിരെ പ്രകടനമൊക്കെ അവർ നടത്തി കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കണ്ണന് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ അവിടെ സംരക്ഷണ കവചം കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കുഞ്ഞിക്കണ്ണനെ സംബന്ധിച്ച് ഇനി പയ്യന്നൂരിൽ ഒരു സ്ഥാനാർത്ഥി ആവുക തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ്റെ ജീവനും നല്ലത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ റീത്ത് സംസ്കാരവുമായി വരുന്നത് പാർട്ടിക്ക് എന്ത് ഗുണം ചെയ്യും, അല്ലെ എന്ത് തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക? അല്ല, പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്നൊന്നും നോക്കിയിട്ടില്ല. അവിടുത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ പഴയ കടത്തനാടൻ ശൈലിയിലുള്ളൊരു പാർട്ടിയാണ്. അതായത് പുത്തൂരാൻ വീട്, മറ്റേ വീട്, ഈ വീട്, ആ വീട്, മറ്റേ കതിരോൻ അവനെ കൊല്ലുക, അവൻ്റെ മോൻ എന്നെ കൊന്നാൽ ഞാൻ അവൻ്റെ മോനെ കൊല്ലുക, ഇത്തരത്തിലുള്ള, അതാണ് അനിൽകുമാർ പറഞ്ഞു, ആ പഴയ സംഗതി ഇന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഒരുതരം അത് പാർട്ടിയല്ല. അതാണ് TP ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കുലം കുത്തി. ഈ കുലം എന്ന് പറയുന്നത് പാർട്ടിയല്ല. കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ ഗോത്രമാണ്. ഇപ്പോഴും ഗോത്ര സംസ്കാരത്തിലാണ് അവർ നിൽക്കുന്നത്. ഗോത്രമാണ്. CPM ഒരു ഗോത്രമാണ്. നേരെ മറിച്ച് RSS വേണമെങ്കിൽ വേറൊരു ഗോത്രം ഉണ്ടാക്കാം, അവിടെ കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു ഗോത്രം ഉണ്ടാക്കാം. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഗോത്രത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഗോത്രത്തിന് പ്രത്യയശാസ്ത്രമില്ല. ഗോത്രത്തിന് ആകെയുള്ള ഒരു ഗോത്രബോധം, നമ്മളൊന്നാണ് എന്നുള്ളൊരു ബോധം. പിന്നെ തെയ്യങ്ങളുണ്ട്. അല്ല, അത് തലവൻ, അതൊന്നും പ്രത്യയശാസ്ത്രമല്ല, തലവൻ. എല്ലാ തെയ്യങ്ങളും നോക്കിയുള്ളൂ. തെയ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും പ്രതികാരമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളോ ഹിംസയാണ്. അതെ, ഞാൻ പറഞ്ഞ തെയ്യത്തിനെ നമ്മൾ വേറെ അർത്ഥത്തിൽ ആരാധിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാണ്, ലോകോത്തര കലയാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയാൽ അതിലൊരു ഹിംസയുടെ എലമെന്റ് പലതിലും ഉണ്ട്. പിന്നെ അവിടെ ജയിച്ച ആൾ, ഇവിടെ ജയിച്ച ആൾ, വീരൻ, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞാൽ
അത് ഇപ്പൊ രാമായണവും മഹാഭാരതവും അങ്ങനെ കഥകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വടക്കൻ പാട്ടുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് വടക്കൻ പാട്ട് നിന്ന കാലമല്ലല്ലോ ഇത്. ആരോമലുണ്ണിയുടെയും ഉണ്ണിയാർച്ചയുടെയും അല്ലെങ്കിൽ തച്ചോളിയോധന്റെ കാലമല്ലല്ലോ ഇത് ഗോത്രബോധം ഉണ്ടാവാൻ. അപ്പൊ പിണറായി വിജയൻ പോലും എന്ന് പറഞ്ഞത് കുലം കുത്തീന, ഗോത്രം. അന്ന് ഞാനൊരു ലേഖനം എഴുതി, കുലമല്ല പാർട്ടി. പാർട്ടി ഒരു ഐഡിയോളജിക്കലി കെട്ടിപ്പൊക്കിയൊരു സാധനമാണ്. എനിക്കും നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ 2 പേർക്ക് 2 അഭിപ്രായം ഉണ്ടാവാലോ, ജ്യേഷ്ഠനും അനിയനും 2 അഭിപ്രായം ഉണ്ടാവാലോ. അപ്പൊ ഈ പാർട്ടി കുടുംബം, പാർട്ടി എന്ന് പറയുന്നൊന്നും കഥയില്ല, അതിപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറ അതിൽ നിന്നൊക്കെ വിട്ട് വേറെ ഓരോ വഴിക്ക് പോയി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബോധത്തിൽ നിന്ന് ഇവരിപ്പോഴും പോകുന്നില്ലേ, കുലബോധം. ഈ കുലത്തിന്റെ, ഗോത്രത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിതരായാൽ മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് നിൽക്കാൻ കഴിയും. ജനാധിപത്യത്തിൽ കുലവും ഗോത്രവും നിൽക്കാൻ പറ്റില്ല. ചെറിയ ചില അളവിൽ ചില സംഗതിയൊക്കെ ഉണ്ടാവാന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ കെ എം മാണിയുടെ കുറച്ച് ആൾ അങ്ങനെയൊക്കെ പറയാം, ഏതെങ്കിലും ഒരു നേതാവിന്റെ കൂടെ കുറച്ച് അതൊക്കെ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഒരു ആശയപരമായ വ്യക്തത ഉണ്ടാവണം. ഇവിടെ അതില്ല, ഒരു ആശയപരമായ വ്യക്തതയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നാളെ നിങ്ങൾക്ക് CPM ആണെങ്കിൽ ഈ ഗോത്രത്തിൽ നിന്ന് മറ്റേ ഗോത്രത്തിലേക്ക് പോയാൽ RSS ഗോത്രത്തിലേക്കോ കോൺഗ്രസ് ഗോത്രത്തിലേക്കോ ഇനി വേറെ ഏതെങ്കിലും ഗോത്രം ഉണ്ടെങ്കിൽ ആ ഗോത്രത്തിലേക്ക് പോകാനൊന്നും ഒരു മടിയില്ല. കാരണം ആശയപരമല്ലല്ലോ, ഞാൻ ഏത് ഗോത്രത്തിലാണെന്നുള്ളതല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഇപ്പോൾ വിജയമാഷ് VS അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരനുഭവം ഞാൻ പറയാം. VS 2006 മലമ്പുഴ മത്സരിക്കുമ്പോൾ ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ, പാർട്ടി ഇല്ലാതെയാണ്, സാംസ്കാരിക പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്തുണയായിട്ടൊരു യാത്ര സംഘടിപ്പിച്ചു. ആ യാത്രയുടെ സമാപനം മലമ്പുഴയായിരുന്നു. അന്ന് അത് ഉദ്ഘാടനം ചെയ്ത് വിജയമാഷ് VS എന്ന് പറഞ്ഞ വിജയമാഷ് VS എന്നുള്ള പേരേ പറഞ്ഞിട്ടില്ല. വിജയമാഷ് വേറെ സാഹിത്യ പറഞ്ഞു. പക്ഷേ VS പിന്തുണയ്ക്കണം എന്ന് പറയുന്ന ജാഥ ഉദ്ഘാടനം ചെയ്തു. അന്ന് അജിത ഉണ്ടായിരുന്നു, ആസാദ് ഉണ്ടായിരുന്നു, ഷാജഹാൻ, ഞങ്ങൾ കുറേ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ജോസഫ് സി മാത്യു ഉണ്ടായിരുന്നു, എങ്ങനെയാണ് വിജയമാഷിനോടുള്ള ദേഷ്യവും അതൊക്കെ ഗോത്രബോധമാണ്. കുലം തെറ്റിച്ചു പോയി, കുലത്തിന് പുറത്തു പോയ ആളാണ് വിജയമാഷ്, കുലം കുത്തിയാണ്. അതുകൊണ്ടാണ് പുരയ്ക്കുമേൽ ചാഞ്ഞുമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് എഴുതിയത്. വിജയമാഷ വളരെ പ്രസിദ്ധം. ഗ്രൂപ്പ് എന്നല്ല പറയേണ്ടത്, കുലങ്ങൾ, പിണറായി കുലം, വേറെ കുലം എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ എന്ത് വരുന്ന വെച്ചാൽ ഈ വിജയമാഷ് ഒരു ലേഖനം എഴുതി, അരവും കത്തിയും എന്ന് പറഞ്ഞിട്ട്, വളരെ പ്രസിദ്ധമായ. അതിലാണ് ആ അരവും കത്തിയും എന്നുള്ള ലേഖനം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞോടുകൂടി പാർട്ടിക്ക് ഇരിക്കാൻ വയ്യട്ടെ. അതെ, അത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന അരവും കത്തിയും. അപ്പോ അരവും കത്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാതായി തുടങ്ങി എന്നാണ് ഇപ്പോ പറഞ്ഞത്. കാരണം പ്രത്യയശാസ്ത്രമില്ല, അരം പ്രത്യയശാസ്ത്രമാണ്. അരത്തിൽ മൂർപ്പിച്ചാണ് കത്തി, കത്തിക്കാണ് മൂർച്ച വേണ്ടത്, അരത്തിനല്ല. പക്ഷെ ഇവിടെ നമുക്കത് വ്യത്യാസമില്ല, അരയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വിജയമാഷോടുള്ള ദേഷ്യം അന്ന് വളരെ ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ വിജയമാഷ മകനോടാണ്. വിജയമാഷ മകനോട് വന്നത് തീർച്ചയായും ഈ പുസ്തകം ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് എന്നുള്ള സൂചനയാണ്. അല്ലെങ്കിൽ വിജയമാഷ മകനോട് അവർക്ക് ഉണ്ടാവും ഇപ്പോൾ. അപ്പോൾ ആ ഒരു ബോധത്തിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്യാം, കുഞ്ഞികൃഷ്ണന് ചെയ്യാവുന്നത് അടുത്ത വേണേ ഒരു പുസ്തകം എഴുതാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ആ പുസ്തകം തീർക്കാൻ ചിലപ്പോൾ ആൾ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത് റീത്ത് അനിൽകുമാറിന് വെച്ച റീത്താണെങ്കിലും ആ റീത്ത് നേരെ വന്ന് വരുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ പടിക്കലേക്കാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അനിൽകുമാറിന് ആവശ്യം വരും. ആ റീത്ത് അനിൽകുമാറിന് മേത്ത് വയ്ക്കാനല്ല, വേറെ ആരെങ്കിലൊക്കെ മേത്ത് വയ്ക്കാൻ എന്ന ആവശ്യം വരും എന്ന സൂചനയാണ്. വളരെ പ്രാകൃതമായ ഒരു ജനാധിപത്യ സമൂഹത്തിനും യോജിക്കാത്ത ഒരുതരം റിയാക്ഷനാണ് നടക്കുന്നത്. ഇത് പാർട്ടിക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് ഒരുപക്ഷെ കണ്ണൂർ പാർട്ടിക്കാർ ആവേശത്തോടുകൂടി അവനെ ഞാൻ കാച്ചി എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ കേരളം ഒട്ടുക്ക് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കും ഞാൻ കരുതുന്നില്ല. ഈ പയ്യന്നൂർ MLA മധുസൂദൻ തന്നെ പിന്നീട് ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞു, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങളെല്ലാം തെറ്റാണ്, അങ്ങനെ പണമൊന്നും തട്ടിയെടുത്തിട്ടില്ല, രക്തസാക്ഷിയുടെ പണമൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞികൃഷ്ണനെ വിശ്വസിക്കുമോ അതോ മധുസൂദനെ വിശ്വസിക്കുമോ? ഇതെന്താണെന്ന് വെച്ചാൽ ഈ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ ജയകുമാറിൻ്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. കെ ജയകുമാർ പറയുകയാണേ MOUവിൽ 7.5 കോടി ഉണ്ട്, പക്ഷെ ഞങ്ങൾ 4 ചില്ലാനം കോടിയെ കൊടുക്കുള്ളൂ. അത് എവിടുത്തെ കണക്കാണ്? അപ്പോൾ ബാക്കി ഉള്ള പണം യൂസഫിൽ കൊണ്ടുപോയി കൊടുക്കുമോ? ഒരാളും തന്നെ ആരെങ്കിലും കൊടുക്കണമല്ലോ, MOUവിൽ അതുണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അറേഞ്ച്മെൻറ്റ്? കാരണം ഈ പാർട്ടിയുടെ കണക്കുകൾ എന്ന് പറയുന്നത് ഈ അവതരിപ്പിക്കുന്നത് മുഴുവൻ ഇങ്ങനെ കള്ളക്കണക്കും ഈ വക പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആ കണക്ക് അതാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിത് അവതരിപ്പിക്കില്ല. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഒരു
KN രവീന്ദ്രനാഥുമൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ള കാലത്ത് ഒരു കണക്ക് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒക്കുന്നില്ല KN രവീന്ദ്രനാഥ് നോക്കുമ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് വീണ്ടും പിന്നെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പിരിയാണ് ചെയ്തത്. കാരണം പാർട്ടിയുടെ കണക്കുകൾ മുഴുവൻ ഇങ്ങനെയായിരിക്കും, ഇതൊന്നും ശരിയായിരിക്കില്ല. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ കമ്മിറ്റിയിലും ഒക്കെ സഹാക്കള് ചോദ്യമില്ലാതെ കണക്കുകൾ അവതരിപ്പിക്കുമല്ലോ ഏരിയ സെക്രട്ടറി. അങ്ങനെയാണ് ഈ മൊത്തം കണക്കുകൾ കാണുന്നത്. നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്ക് എങ്ങനെ ഇങ്ങനെ വന്നു? കാരണം പാർട്ടിയിൽ അവതരിപ്പിക്കുന്ന കണക്കുകൾ പോലെയാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും മൊത്തം കണക്കുകൾ. ഇത് ആര് ഓഡിറ്റ് ചെയ്താലും ഇത് ശരിയാവില്ല. അങ്ങനെയാണ് പാർട്ടിയുടെ. ഇപ്പോൾ MN വിജയൻ്റെ കാര്യം പറഞ്ഞല്ലോ. MN വിജയൻ VS-നെ കണ്ടില്ലെങ്കിൽ ഒരു ആദർശത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് ആ കാലത്ത്. കാരണം ആ ആദർശൻ പോയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ റീത്ത് സംസ്കാരത്തിലേക്ക് ഇതിങ്ങനെ കൂപ്പുകുത്തിയിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം കൂടി, ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിലും ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഹൈക്കോടതിയിൽ കൊടുത്ത ഓഡിറ്റഡ് റിപ്പോർട്ടാണ്. ഓഡിറ്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, വരവിത്ര, ചെലവ് ഇതിന് കണക്കിത്ര എന്ന് കാണിക്കുന്നതാണ്. എന്നിട്ട് ഇവിടുത്തെ സൈബർ വലിയ പത്രപ്രവർത്തകരായുള്ള സൈബർ നേതാക്കന്മാർ പറഞ്ഞത് അത് എസ്റ്റിമേറ്റാണ്. ലോകത്തിൽ ഏതെങ്കിലും ഓഡിറ്റർ എസ്റ്റിമേറ്റ് കൊണ്ടുപോയി കൊടുക്കുമോ? എനിക്ക് ചിരി വന്നു പോയി. അത് എസ്റ്റിമേറ്റാണ്, തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആളെ കളിയാക്കേണ്ട മാതിരി ഒരു സംഗതി. ഇത് എസ്റ്റിമേറ്റാണോ കൊണ്ട് ഇവിടെ കൊടുക്കുക, ഹൈക്കോടതി കൊടുക്കുക? ഓഡിറ്റർ സൈൻ ചെയ്യുന്ന എസ്റ്റിമേറ്റാണ്, ഓഡിറ്റർ റിപ്പോർട്ട് എസ്റ്റിമേറ്റാണ്. അതുപോലും ക്യാപ്സ്യൂളാക്കി വിട്ട് മനുഷ്യരെ പറ്റിക്കുന്ന അത് ഇവിടെ ഇത്രേ പറ്റുള്ളൂ. ഇതിപ്പോൾ നിവൃത്തിയില്ല, ഹൈക്കോടതി ചോദിച്ചുകൊണ്ട്. പാർട്ടി കണക്ക് ഹൈക്കോടതി ചോദിക്കില്ലല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.